Eldhose YouTube channel പുതിയ പുസ്തകത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് എൽദോസ്. അപ്പോൾ എല്ലാവരും അറിയിക്കുന്നത് നമ്മുടെ MI A2 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു അതിന്റെ ലോഞ്ചിങ് വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MI A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോണാണ്. കാര്യം പലരും ഇപ്പോൾ Redmi Note 5 Pro വാങ്ങിയവർ പോലും MI A2 ഇത്ര പെട്ടെന്ന് ലോഞ്ച് ആവും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് വാങ്ങിയില്ലായിരുന്നു എന്ന് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ MI A2ന്റെ സവിശേഷതകളെന്ന് പരിചയപ്പെടാം. അപ്പോൾ MI A2 വാങ്ങാതിരിക്കുന്നവർ എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതായിരിക്കും. അതുപോലെ നമുക്കിപ്പോൾ MI A2ന്റെ മൊത്തം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് MI A2 എങ്ങനെയാണ് നമുക്ക് MI A2ന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇതാണ് MI A2. അപ്പോൾ നമുക്ക് കാണാൻ ഇപ്പോൾ ഇതൊരു സെയിം Redmi Note 5 Proയുടെ ഒക്കെ ഒരു ലുക്ക് തന്നെയാണ്. സെയിം നമുക്ക് അത് തന്നെ പറയാം, വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. അപ്പോൾ Redmi Note 5 Proയുടെ ഒക്കെ ഒരു ലുക്കിൽ തന്നെയാണ് ഈ ഫോൺ വരുന്നത്. നല്ല മെറ്റാലിക് ബോഡിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് MI A1 A2 നമ്മുടെ ഡിഫറൻസ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് MI A1 Snapdragon 625 ആയിരുന്നു. ഇത് Snapdragon 660 നല്ലൊരു അടിപൊളി പ്രൊസസറാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് സീരീസിലൊക്കെ വരുന്ന ഒരു 60 സീരീസിൽ ഏറ്റവും മികച്ച പ്രൊസസറാണ്. അതുപോലെ തന്നെ 5 MB ആയിരുന്നു നമ്മുടെ MI A1ന്റെ ഫ്രണ്ട് ക്യാമറ. ഇപ്പോൾ 20 MB ആക്കിയിട്ടുണ്ട്. വിത്ത് AI ഫീച്ചർ കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ MI A1 എടുത്ത ആളുകളുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് ക്യാമറ ആയിരുന്നു. കാര്യം ബാക്ക് ക്യാമറ ഒരു മികച്ച ക്യാമറ ആയിരുന്നെങ്കിൽ കൂടി ഫ്രണ്ട് ക്യാമറ വളരെ മോശമായിരുന്നു എന്നുള്ള ഒത്തിരി ആളുകളുടെ പരാതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് കൊടുത്തിരുന്ന f2.2 f2.6 ആയിരുന്നു aperture. ഇപ്പൊ നമുക്ക് MI A2നകത്ത് കാണാം 1.75 aperture. അപ്പൊ നല്ല ലോ ലൈറ്റ് പെർഫോമൻസ്, നല്ല അടിപൊളി ലോ ലൈറ്റ് പെർഫോമൻസ് കിട്ടും. MI A1നേക്കാളും അടിപൊളി ലോ ലൈറ്റ് പെർഫോമൻസ് കിട്ടും. അതുപോലെ DDR3 DDR4 ആയിട്ടുണ്ട്. അതുപോലെ 5.5 ഇഞ്ച് 16:9 ആയിരുന്നു നമ്മുടെ പഴയ റേഷ്യോ. ഇത് 5.9 ഇഞ്ച് 5.99 ഇഞ്ച് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്. അതായത് 18:9 ആക്കി ഫുൾ ആസ്പെക്ട് റേഷ്യോയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സെൽഫി ലൈറ്റ് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ സെൽഫി ഫ്രണ്ട് ക്യാമറയ്ക്ക് ഫ്ലാഷ് ലൈറ്റ് കിട്ടും. അതുപോലെ ബ്ലൂടൂത്ത് 4.0 5.0 ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് 4GB 64GB എന്നുള്ള ഒരൊറ്റ വേരിയന്റിലായിരുന്നു നമുക്ക് നമ്മുടെ ഈ A1 കിട്ടുമായിരുന്നുള്ളൂ. ഇപ്പം നമുക്കിത് 6GB 128GB കിട്ടും. അതുപോലെ തന്നെ 4GB 64GB കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ എന്താ പറയാ, ഒരു കേസും ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമുക്ക് കേസ് ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഒരു മികച്ച ഫോൺ തന്നെ പറയാം. നമുക്ക് നല്ലൊരു സ്റ്റൈലുള്ള ഒരു മികച്ച ഫോൺ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് കാണാം നല്ലൊരു സ്റ്റൈൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് A2. ഇപ്പോൾ നമുക്ക് ഗോൾഡ്, റോസ് ഗോൾഡ്, ബ്ലാക്കിലൊക്കെ പിന്നെ ഈ ലേക്ക് ബ്ലൂവിലൊക്കെ അവൈലബിൾ ആയിരിക്കും ഈ ഫോൺ. അപ്പോൾ ഇതൊരു Android 1 പ്ലാറ്റ്ഫോമിൽ നമുക്ക് A1 അങ്ങനെ തന്നെയായിരുന്നു, A2 അങ്ങനെയാണ് Android 1 പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതാണ് എന്റെ ക്യാമറ. ബാക്ക് ക്യാമറ വരുന്നത് 20 MBയുടെ ഒരു 12 MBയുടെയും aperture 1.5 ഇഞ്ചാണ് വരുന്നത്. നല്ലൊരു അടിപൊളി സൂപ്പർ എന്താ പറഞ്ഞ ഈ ഒരു ഇപ്പൊ 20,000 പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ വരുന്നത്. അപ്പൊ ആ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും മികച്ച ക്യാമറ ഈ ഫോൺ തന്നെയായിരിക്കും. വേറെ ഒരു ഫോണിനും ഇത്രയും മികച്ച ഒരു ക്യാമറ ഉണ്ടാവില്ല എന്നുള്ള 100% ഉറപ്പാണ്. അതുപോലെ USB-C ടൈപ്പ് ആണ് വരുന്നത്. നമുക്കിപ്പോ കാണാം ഇത് ഫുൾ മെറ്റാലിക് ഡിസൈൻ ആണ്. നമുക്ക് പ്ലാസ്റ്റിക് ഒന്നും വരുന്നില്ല. ഫുൾ മെറ്റാലിക് ഡിസൈനിൽ നല്ല അടിപൊളിയായിട്ട് ആന്റിന ബാർസ് ഒക്കെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിരുന്ന പഴയ ഫോൺ പോലെ തന്നെ നല്ല സ്മൂത്ത് ഫോൺ ആയിരിക്കും. അതുപോലെ നല്ലൊരു ഫോൺ തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ക്യാമറയുടെ കാര്യത്തിലേക്ക്, അപ്പൊ ഇത് ഒരു MIയുടെ Redmi Note 5 Pro ആണ്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ 20 MB ആണ്. ഈ മികച്ച ഫ്രണ്ട് ക്യാമറ തന്നെയാണ് അതിലും വരുന്നത്. പക്ഷെ വിത്ത് AI ഫീച്ചറോട് വരുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കിട്ടും മാത്രം. അപ്പോൾ അതുപോലെ തന്നെ ബാക്ക് ക്യാമറ വരുന്നത് ഇതിന് 13+5 MB ആണ് ബാക്ക്. പക്ഷെ അതിന് വരുന്നത് 12ഉം 20ഉം ആണ് ക്യാമറ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു 20,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏറ്റവും മികച്ച ക്യാമറ A2 തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഈ ഫോണിന് ഇങ്ങനെ ഈ ക്യാമറയ്ക്ക് ഒരു നോച്ച് പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കി കാണാം ഇവിടെ 2 സ്ക്രാച്ചുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 1, 2. ഇപ്പൊ ഞാൻ ഈ Note 5 Pro യൂസ് ചെയ്യുന്നുണ്ട് ഒരു 5 മാസം അല്ല 4 മാസം അടുത്തായി. അപ്പോൾ ഇത്രയും നാളെ ഒരു 4 മാസം ആയപ്പോഴും നമുക്ക് 2 സ്ക്രാച്ചുകൾ, വേറെ സ്ക്രാച്ചുകളൊന്നും കേസെല്ലാം യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് വേറെ സ്ക്രാച്ചുകളൊന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അത് MI A2 വരും. അത് നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഫിനിഷ് ഒന്നുമില്ല. നമുക്ക് ഫുൾ മെറ്റലിക് ബോഡിയിലാണ് ഫിനിഷ് വരുന്നത്. അതുകൊണ്ട് നല്ല ഇതിനേക്കാൾ ലുക്ക് വരും. ഈ സെയിം ലുക്ക് തന്നെയാണ് വരുന്നത്, എന്നാലും ഇതിനേക്കാൾ കുറച്ചുകൂടെ ലുക്ക് വരും നമുക്ക് A2 വരുമ്പോൾ. അതുപോലെ ഫ്രണ്ട് ഡിസ്പ്ലേയും ഈ ഒരു സെയിം ലുക്ക് തന്നെയാണ്, ഈ സെയിം ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇത്. അതുപോലെ A2ന്റെ പിക്സൽ ഡെൻസിറ്റി 403 ആണ്.
നല്ല പിക്സൽ ഡെൻസിറ്റി എല്ലാം വരുന്നുണ്ട്, നല്ല ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിന്റെ കുറച്ച് പ്രശ്നങ്ങളെ പറ്റി ഞാൻ പറയാം. ഇപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഡ്യുവൽ സിം കാർഡ് മാത്രമാണ് ഇതിനകത്ത് നമുക്ക് MI A2-നകത്ത് ഇടാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് SD കാർഡ് എക്സ്പാൻഷൻ കിട്ടത്തില്ല. അതൊരു വലിയൊരു പോരായ്മ തന്നെയാണെന്ന് ഞാൻ പറയും. കാര്യം നമുക്ക് SD കാർഡ് ഇട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 4GB 64GB വാങ്ങിക്കുന്നവർക്ക് 64GB ഇന്റർണൽ സ്റ്റോറേജും തൃപ്തിപ്പെടേണ്ടി വരും. അപ്പൊ നമുക്ക് 64GB ഇന്റർണൽ ഫോണിൽ ഉപയോഗിക്കാൻ കിട്ടുന്നത് ചിലപ്പോൾ ഒരു 52GB ഒക്കെ അടുത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിനോട് തൃപ്തിപ്പെടേണ്ടി വരും. അപ്പോൾ അല്ലാത്തുള്ളവര് കുറച്ചുകൂടെ പൈസ മുടക്കി അടുത്ത വേരിയന്റിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ്. എന്റെ ഒരു കാഴ്ചപ്പാടുള്ളത് വലിയൊരു പോരായ്മ തന്നെയാണ്. ഇപ്പൊ നമുക്ക് പഴയ ഒരു MI A1-ഉം ഇപ്പോഴത്തെ MI A2-ഉം തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് കാണുന്നത്. കണ്ടോ, പഴയ മോഡൽ ഡിസ്പ്ലേ ആയിരുന്നു, ഇപ്പൊ അത് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേയിലേക്ക് വന്നു. അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഫോണിന്. അതിലിപ്പോൾ നമുക്ക് ബാക്ക് കാണാം. ബാക്കിൽ നമുക്ക് ഇങ്ങനെയായിരുന്നു ക്യാമറ വന്നിരുന്നത്. ഇതിപ്പോൾ നമുക്ക് Note 5 Pro ഒക്കെ വരുന്ന പോലെ ഇങ്ങനെയായി ക്യാമറ. ഇപ്പോൾ നല്ലൊരു ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ നല്ലൊരു ലുക്കാണ്. നല്ല ലോ വെയിറ്റ് ആണ്. കാര്യം 3000 mAh ബാറ്ററി വരുന്നുള്ളൂ. ഇതാണ് ഇന്ത്യൻ യൂണിറ്റ് ഇങ്ങനെയായിരിക്കും വരുന്നത്. നമുക്ക് ഓഗസ്റ്റ് 8 ഇന്ത്യയിൽ MI A2 ലോഞ്ച് ആവുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 8 വരെ വെയിറ്റ് ചെയ്യുക എല്ലാവരും. ഇപ്പൊ ഈ ഒരു ബോക്സിങ്ങിലായിരിക്കും നമുക്ക് ഇന്ത്യയിൽ ഈ സാധനം അവൈലബിൾ ആയിട്ട് കിട്ടുക. അപ്പൊ ഒരു മികച്ച ഫോൺ തന്നെയാണ്. പിന്നെ നമുക്കൊരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും എന്തെങ്കിലും ഫോൺ വരുന്നത്. അപ്പൊ നമുക്കൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിന് ഫാസ്റ്റ് ചാർജിങ് ഇല്ല. ഇത് 5 വോൾട്ട് 2 ആംപിയർ തന്നെയാണ് ഇതിന്റെ വോൾട്ടേജ് റേറ്റിംഗ് ചാർജറിന്റെ. അതൊരു പോരായ്മ തന്നെയാണ്. കാര്യം ഇത്രയും നമ്മൾ ഒരു 20,000 പ്രൈസ് റേഞ്ച് വരുന്നിട്ടും നമ്മൾ അതിന് ഫാസ്റ്റ് ചാർജിങ് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഓർത്ത് വെക്കാം. പിന്നെ നമുക്ക് അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നില്ല, ഈ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. അപ്പൊ Note 5 Proയ്ക്കകത്താണ് പോകാൻ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടായിരുന്നു. ഈ ഹെഡ്ഫോൺ ജാക്ക് ഒഴിവാക്കിയേക്കാണ്. അപ്പൊ നമ്മൾ ഈ USB-C പോർട്ടിൽ നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഹെഡ്ഫോൺ കുത്താനായിട്ട്. അപ്പൊ നമുക്ക് വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചാർജ് ചെയ്യേണ്ട സമയത്ത്, പവർ ബാങ്കിൽ ചാർജ് ചെയ്യേണ്ട സമയത്ത് ഒരു അത്യാവശ്യമായിട്ട് ഹെഡ്ഫോൺ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരു പ്രോസസ്സ് നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് ഫോണിന്. എന്നാൽ പോലും ഒരു 20,000 ബഡ്ജറ്റിൽ ഏറ്റവും മികച്ച ഒരു ക്യാമറ ഫോൺ തന്നെയായിരിക്കും MI A2. അപ്പോൾ ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഏറ്റവും മികച്ച ക്യാമറ MI A2-ന്റെ തന്നെയായിരിക്കും. അത് ഉറപ്പ് പറയാം നമുക്ക്. കാര്യം അത്രയ്ക്ക് മികച്ച സ്പെസിഫിക്കേഷനാണ് ക്യാമറയ്ക്കകത്ത് കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ നമുക്ക് SD കാർഡ് സപ്പോർട്ട് ഇല്ല. രണ്ടാമത്തെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. മിക്ക ഫോണുകളിലും ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. അതും നമുക്കൊരു നെഗറ്റീവായിട്ട് കൂട്ടാം. അതുപോലെ മൂന്നാമത്തെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നത് ഈ 3000 mAh ബാറ്ററി, പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഇല്ല. ഇതൊക്കെയാണ് ഈ A2-ന്റെ ഒരു പോരായ്മകൾ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അതിൽ നമുക്ക് ഇവർക്ക് SD കാർഡ് എക്സ്പാൻഷനും ഫാസ്റ്റ് ചാർജിങ്ങും കൊണ്ടുവരായിരുന്നു എന്നാണ് എന്റെ ഒരു താല്പര്യം. അത് ഒഴിവാക്കിയത് വളരെ മോശമായി പോയി. കാര്യം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വന്നിട്ട് നമുക്കിപ്പോ Note 5 Proയ്ക്ക് ഇത്ര സ്പെക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് 15 രൂപയ്ക്ക് Note 5 Proയ്ക്ക് ഇത്രയും സ്പെക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു റേഞ്ചിൽ കൂടും എന്തായാലും പ്രൈസ് വരുമ്പോൾ. അപ്പോൾ അതിനകത്ത് ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കൂടി കൊണ്ടുവരുന്നെങ്കിൽ നല്ല അടിപൊളി ആയിരുന്നേനെ. നമുക്ക് SD കാർഡ് എക്സ്പാൻഷനും വന്നിരുന്നെങ്കിൽ എന്നൊരു ചിന്തയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഫോണിലും നമുക്കിപ്പോ 64GB തൃപ്തിപ്പെടുന്നവരും അതുപോലെ ഹയർ വേരിയന്റിലേക്ക് 128GB വാങ്ങിക്കാൻ ബഡ്ജറ്റ് ഉള്ളവർക്കും പ്രശ്നമില്ല. അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ഒരു കോൺസ് എന്ന് പറയാനായിട്ട് ആ ഫോണിന്റെ. പിന്നെ മെയിൻ ഗുണങ്ങൾ എന്താ പറയാ, മെയിൻ ഫോണിന് വരുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു Android 1 പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും കിട്ടും, എല്ലാ മന്ത്ലി സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് 2 ആൻഡ്രോയിഡ് വേർഷൻസ് കൺഫേം ആയിരിക്കും. ഓൾറെഡി 8.1 ഓറിയോയിലായിരിക്കും ഫോൺ വരുന്നത്. ആൻഡ്രോയിഡ് P അത് കഴിഞ്ഞ് വരുന്ന ആൻഡ്രോയിഡ് 10-ഉം ആ ഫോണിന് കൺഫേം ആയിരിക്കും. 2 ആൻഡ്രോയിഡ് വേർഷൻസ് കമ്പനി പ്രോമിസ് ചെയ്യും. അപ്പൊ അങ്ങനെ അപ്ഡേഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും അടിപൊളി ഒരു ഫോൺ തന്നെയാണ് MI A2. അതുപോലെ തന്നെ മികച്ച ക്യാമറ, മികച്ച ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ തന്നെ പറയണം. ഏറ്റവും ടോപ്പ് ക്യാമറ അതിനകത്തായിരിക്കും ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകൾ. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, അപ്പൊ നല്ലൊരു ഫോൺ തന്നെയാണ് MI A2. ഇപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പോരായ്മകൾ വന്നു എന്നൊരു സംഭവമുണ്ട്. ഇപ്പൊ നമുക്ക് A1 മോഡലിൽ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ട് ക്യാമറ വളരെ മോശമായിരുന്നു. ഇപ്പൊ ഈ മോഡലിൽ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഒന്നും കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയുള്ള കുറച്ച് പോരായ്മകൾ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ പോരായ്മകൾ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ടെക്നോളജി അറിവുകളും വീഡിയോകളും നിങ്ങൾക്ക് ഏറ്റവും ആദ്യം കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതുകൂടെ അനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിലും നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ കിട്ടാനായിട്ട് നിങ്ങൾ ഈ ബെല്ലൈക്കൺ അനേബിൾ ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റുള്ളവർക്കും ഈ വീഡിയോ നല്ലതാണെന്ന് മനസ്സിലാവാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോപ്പി ലിങ്കോ ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലിനെ. അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജി അറിവുകളും ഇവരുടെ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ.